ഇന്നത്തെ റെസിപ്പി ബണ്ണ് കൊണ്ടുള്ളൊരു സ്നാക്കാണ്. ബണ്ണുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കൊറിയൻ ചീസ് ബണ്ണാണ്. 6 ബണ്ണാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ 4 സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തുനിന്ന് വിട്ട് പോകരുത് കേട്ടോ, അതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ഈ ഒരു ബണ്ണൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിലും നമ്മൾ കേക്ക് ബേക്ക് ചെയ്തും പോലെ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര ബണ്ണാണോ എടുക്കുന്നത് ഓരോ ബണ്ണിനും ഓരോ ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ലൂസാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒടിച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയാൽ മതി. ഇനി ക്രീം ചീസ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ബണ്ണിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. മുട്ട വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നീട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് ഓരോ ബണ്ണിന്റെ മുകളിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ബ്രഷൊക്കെ വെച്ചിട്ട് ആക്കി എടുക്കില്ല, അതുപോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കി. ഇത് നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 6 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇതുപോലെ നല്ല കളറൊക്കെ ആയിട്ട് ടോപ്പിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.